നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ആരോപണവുമായി ബിജെപി മുൻ സംസ്ഥാനാധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കേവലം ഒരു ഇരയല്ല, 15 പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടുവെന്ന് കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ 15 പെൺകുട്ടികളെയും ആൺകുട്ടിയെയും പീഡിപ്പിച്ചു. മഞ്ഞുമലയുടെ ഒരൊറ്റ മാത്രമാണ് പുറത്തു വന്നത്. രാഹുലിന്റെ അറസ്റ്റ് വൈകുന്നത് മറ്റിരകളുടെ തെളിവിനെ ബാധിക്കും. ഉന്നതരായവർ രാഹുലിനെ സഹായിക്കുന്നുണ്ട്. MLAക്ക് മുകളിലുള്ളവരും സഹായിക്കുന്നുവെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. ഇരകളെ പങ്കുവച്ചിട്ടുണ്ടെന്നും BJP നേതാവ് പറഞ്ഞു. അതേസമയം യുവതിയുടെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ പോലീസ് കേസെടുത്തു. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, അശാസ്ത്രീയമായി ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. തിരുവനന്തപുരം വലിയമല പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് രാഹുലിനെതിരെ ചുമത്തിയത്. കഴിഞ്ഞ ദിവസം വിശദമായി പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. യുവതിയുടെ പരാതിയിൽ എടുത്ത കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ സുഹൃത്തിനെയും പ്രതി ചേർത്തു. രാഹുൽ മാങ്കൂട്ടത്തിലിന് പുറമെ സുഹൃത്ത് ജോബി ജോസഫിനെയാണ് കേസിൽ പ്രതി ചേർത്തത്. ഗർഭചിത്രം നടത്താൻ രാഹുലിന്റെ നിർദ്ദേശപ്രകാരം ബംഗളൂരുവിൽ നിന്ന് യുവതിക്ക് ഗുളിക എത്തിച്ചു നൽകിയത് ജോബി ജോസഫ് ആണെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. പത്തനംതിട്ട അടൂർ സ്വദേശിയായ ജോബി ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെയായിരുന്നു മരുന്ന് എത്തിച്ചു നൽകിയതെന്നും യുവതിയുടെ മൊഴിയിൽ പറയുന്നു. ബിസിനസ്സുകാരനാണ് ജോബി. ലൈംഗിക പീഡന കേസ് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ തൽക്കാലം കൂടുതൽ നടപടിയെടുക്കേണ്ടെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ ധാരണയായി മാറിയത്. രാഹുൽ മാങ്കൂട്ടത്തിലിനോട് MLA സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടില്ല. കേസിന്റെ ഗതി പാർട്ടി നിരീക്ഷിക്കും. കേസിൽ പാർട്ടിക്ക് ബാധ്യതയില്ലെന്നാണ് നേതാക്കളുടെ നിലപാട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ വന്ന പരാതിയും കേസും സ്വർണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള CPM കെണിയെന്ന് പറഞ്ഞ പ്രത്യാക്രമണവും നേതാക്കൾ തുടങ്ങി. സസ്പെൻഷനിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ഇനി എടുക്കാവുന്ന നടപടി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്നതാണ്. കടുത്ത നടപടി വേണമെന്ന ആവശ്യം പാർട്ടിയിൽ ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട്. നടപടി കാര്യത്തിൽ ഭിന്നത നിലനിൽക്കുമ്പോഴും പുറത്താക്കലിന് തൽക്കാലം പോകേണ്ടെന്നാണ് പ്രധാന നേതാക്കളുടെ കൂടിയാലോചനയിലുണ്ടായ ധാരണ. പരാതി നൽകിയ രീതിയും തുടർ സംഭവ വികാസങ്ങളും കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. തുടർ നടപടി വേണോ എന്ന തീരുമാനം ഹൈക്കമാൻഡ് ഇപ്പോൾ KPCCക്ക് വിടുകയാണ്. പരാതി വന്നയുടനെ നടപടിയെടുക്കേണ്ടെന്നും കേസിന്റെയും അന്വേഷണത്തിന്റെയും പോക്ക് എങ്ങനെയെന്ന് നോക്കി തീരുമാനിക്കാമെന്നാണ് ധാരണ. കേസിനെ പ്രതിരോധിക്കേണ്ട ബാധ്യത രാഹുലിന് മാത്രമെന്നാണ് നേതാക്കളുടെ പക്ഷം. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായ പീഡന കേസിലെ FIRന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തത് ഒരു ഫ്ളാറ്റിൽ വച്ചാണെന്ന് FIRൽ പറയുന്നു. 2 തവണ രാഹുൽ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു. ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയെന്നാണ് ആരോപണം. പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. പിന്നീട് പാലക്കാട്ടെ ഫ്ളാറ്റിൽ എത്തിച്ച് ദൃശ്യങ്ങൾ കാണിച്ച് വീണ്ടും ബലാത്സംഗം ചെയ്തെന്നും FIRൽ പറയുന്നു.